ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്ത ട്രേഡുകളെ കുറിച്ചിട്ടും ഇത്രയും സംഭവ ബഹുലമായിട്ടുള്ള ഈ ഒരാഴ്ച എങ്ങനെ നമ്മൾ 1% ട്രേഡ് എടുത്തു. സോ നമുക്കറിയാം ഈ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്തത് 16,800 എന്ന് പറയുന്ന ഒരു ഹൈ ലെവലിൽ നിന്ന് തന്നെയാണ്. അവിടെ നിന്ന് റിജക്ട് ചെയ്ത മാർക്കറ്റ് വ്യാഴാഴ്ച ലോ ആയിട്ടുള്ള 16,220-230 റേഞ്ച് വരെ വന്നതിന് ശേഷം എക്സ്പയറി നമുക്ക് നിയർലി 16,400-450 റേഞ്ചിലാണ് കിട്ടിയത്. അത് എന്തുകൊണ്ടും വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ച. സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ആഴ്ചത്തെ ട്രേഡുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ റേറ്റുകൾ എങ്ങനെ അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വരുന്ന സൺഡേ എൻട്രി ആപ്പിനോട് കൂടി നമ്മൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ എൻട്രി ആപ്പിലെ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ എൻട്രി ആപ്പിലുള്ള ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹായ് ഓൾ, ഈ ഒരു വീക്കിൽ നമ്മുടെ ട്രേഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വളരെ മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ റേറ്റിലെ പുതിയ നയം തന്നെയാണ്. സോ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, ഇൻഫ്ലേഷൻ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 ബേസിസ് പോയിന്റിന്റെ വർധനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയത്. കഴിഞ്ഞ വർഷമൊക്കെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത നയം എന്ന് പറയുന്നത് ഇത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല, നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള നയത്തിൽ നിന്ന് ഇപ്പോൾ വളരെ കർക്കശമായിട്ടുള്ള ഒരു റിപ്പോ റേറ്റ് വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബാങ്കിങ് മേഖലയെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ റിപ്പോ റേറ്റ് മാത്രമല്ല, റിവേഴ്സ് റിപ്പോ റേറ്റും വളരെ വലിയ വർധനമാണ് വരുത്തിയിരിക്കുന്നത്. 40 ബേസിസ് പോയിന്റ് റിവേഴ്സ് റിപ്പോ റേറ്റിൽ എന്ന് പറയുമ്പോൾ നിയർലി 83,000 കോടി രൂപ ബാങ്കുകൾ അധികമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഡെപ്പോസിറ്റ് ക്യാഷ് റേഷ്യോ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. ഇത് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ തന്നെ വളരെ മികച്ച ഒരു ശതമാനം തന്നെയാണ്. ഇത് മാത്രമല്ല, ഓൾറെഡി 4% ഉണ്ടായിരുന്ന റിപ്പോ റേറ്റ് 40 ബേസിസ് പോയിന്റ് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10% വർധനമാണ് വരുത്തിയിരിക്കുന്നത്. സോ വലിയ കമ്പനികളെ സംബന്ധിച്ചോളം, ഡെപ്റ്റ് ബാങ്ക് ലോണുകളുള്ള കമ്പനികളെ സംബന്ധിച്ചോളം അവരുടെ ലോൺ ഇൻട്രസ്റ്റ് എക്സ്പെൻസിൽ 10% വർധനവ് ഈ ഒരു ബേസിസ് പോയിന്റ് വർധന കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ഓൾറെഡി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പെട്രോളിന്റെ പ്രൈസ് വളരെ ഷാർപ്പായിട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിന്റെ ഒരു ഹെൽപ്പ് എന്നോണമാണ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കാണേണ്ടത്. ഉറപ്പായിട്ടും വേൾഡിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒരു എക്കണോമി ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയെ ഇത് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഷോർട്ട് ടൈമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ലോങ് ടൈമിൽ ഏതൊരു ഇന്ത്യൻ പൗരനും ഇൻഫ്ലേഷൻ നിയന്ത്രണ വിധേയമായിട്ട് നിൽക്കുന്നത് വളരെ മികച്ച കാര്യം തന്നെയാണ്. ഇനി ഈ ആഴ്ചയിലെ ട്രേഡിലോട്ട് പോവുകയാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്തത്. 16,800 നിഫ്റ്റി എത്തിയപ്പോൾ തന്നെ ഈ ആഴ്ച നമ്മൾ 16,700 ലെവലിലാണ് അയൺ ഫ്ലൈ നമ്മൾ ചെയ്തത്. ഏകദേശം 300 പോയിന്റ് ഹെഡ്ജോട് കൂടി 16,700 നമ്മൾ അയൺ ഫ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. സോ അതിനുശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്ന് 16,700 റേഞ്ചും കഴിഞ്ഞ് 16,500 റേഞ്ചും കഴിഞ്ഞ് 16,400 റേഞ്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സോ ഏകദേശം ചൊവ്വാഴ്ചയോട് കൂടി നമ്മൾ അഗെയിൻ ഒരു അയൺ ഫ്ലൈ കൂടി ക്രിയേറ്റ് ചെയ്തു. അത് 16,350 സോ ഇതിന്റെ കൂടെ തന്നെ ഫ്രൈഡേ ഞാൻ മറ്റൊരു ട്രേഡ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കോമൺ സ്ട്രാങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 16,100 നിയർലി 16,900 റേഞ്ചിൽ ഞാനൊരു അയൺ ഫ്ലൈ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. നിയർലി റിപ്പോ റേറ്റ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഞാൻ ആ ഒരു സ്ട്രാങ്കിൾ കൂടി എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ ഒരു അയൺ ഫ്ലൈ കൂടി ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് തേഴ്സ്ഡേ നമ്മുടെ വീക്കിലി ഇൻട്രാഡേ സ്ട്രാറ്റജീസ് നമ്മുടെ ലൈവ് ട്രേഡിൽ കാണിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വീക്കിലെ ട്രേഡിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, സോ ഒരു മന്ത്ലി റേഷ്യോ സ്പ്രെഡ് കൂടി ഈ ഒരു മന്ത് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. സോ സ്ക്രീൻ ഷെയറോട് കൂടി ഈ ഒരു സ്ട്രാറ്റജി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ സെൻസിബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. സെൻസിബിൾ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. സോ ഈ ഒരു ടൂൾ ഇപ്പോൾ നമ്മുടെ ട്രേഡ് ടോക്സിന്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് കയറുകയാണെങ്കിൽ നിയർലി 65% ഓഫറോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഡീറ്റെയിൽ അനാലിസിസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, 1 മുതലുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കുഴപ്പമില്ലാത്ത ഒരു നല്ല
ഒരു പ്രോഫിറ്റബിൾ ആണ് ഈ ഒരു മാസം എന്ന് നമുക്ക് പറയാം. കാരണം ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്ന ട്രേഡ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ അഗെയിൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് നിയർലി 1.5 ലക്ഷം രൂപ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചാർജസ് വന്നിരിക്കുന്നത് 5000 രൂപയാണ്. 5000 രൂപയിൽ 2500 രൂപയാണ് നമുക്ക് ബ്രോക്കറേജ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ബ്രോക്കറേജ് ആണ് ഇത്രയും വലിയ ക്യാപിറ്റൽ. നിയർലി 60 രൂപയ്ക്ക് നമ്മൾ 60 ലക്ഷം രൂപയ്ക്ക് ചെയ്തപ്പോൾ നമുക്ക് വളരെ കുറവ് ബ്രോക്കറേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കിടക്കുന്നത് നിയർലി 33,000 രൂപ നമ്മുടെ അൺറിയലൈസ്ഡ് ആയിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ ബ്രോക്കറേജ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഫസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിലാണ്. അപ്പോൾ 3% ക്യാപിറ്റലിന്റെ 3% ഞാൻ ഈ ഒരു 10 ദിവസം കൊണ്ട് മാത്രം ഇപ്പോൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിന്റെ ലൈവ് ട്രേഡ് ഉൾപ്പെടെ നിങ്ങൾ കണ്ടതാണ്. നിയർലി 80,000 രൂപ നമ്മൾ യൂസ് ചെയ്ത ഉൾപ്പെടെ ഏകദേശം 75,000 to 80,000 രൂപ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ബുക്ക് ചെയ്ത്. 1-ാം തീയതി 2-ാം തീയതി ആ സമയത്താണ് നമ്മൾ ബുക്ക് ചെയ്ത്. ഈ വീക്കിൽ നമ്മൾ ചെയ്ത ട്രേഡ്സ് എന്തൊക്കെ എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിൻലി കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഈ ഒരു ട്രേഡ് സ്റ്റോക്ക് മോക്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് മോക്കിൽ ഞാൻ ബിൽഡ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അയൺ ഫ്ലൈസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. 16,700 അയൺ ഫ്ലൈ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 16,350 അയൺ ഫ്ലൈ ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് റെഫറൻസ് ട്രേഡ്, എക്സ്ട്രാ സെല്ലുകൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഫറൻസ് ട്രേഡ് എന്ന് പറയാം, അതിനെ നമ്മൾ എക്സ്ട്രാ സെൽ എന്നൊക്കെയാണ് നമ്മൾ പറയാം. അതിൻ്റെ അകത്ത് 16,000, 16,950, 1750 തുടങ്ങിയ 3 സ്ട്രൈക്കുകളിൽ നമ്മൾ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ്. മൊത്തം 6 പെയറാണ് ചെയ്ത്. 6 പെയർ 16,700, 6 പെയർ 16,350 ആണ്. ഇതിൽ നിന്ന് മാത്രം നമ്മൾ ഏകദേശം വലിയ പ്രോഫിറ്റബിൾ ആയിരുന്നില്ല. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രാഫ് ഞാൻ ഈ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം 16,700 ആദ്യം ഇട്ടത്. ഫ്രൈഡേ മാർക്കറ്റ് അപ്പ് സൈഡ് ആയിരുന്നപ്പോൾ, അതിനുശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അഗൈൻ 16,300 കൂടി ഇട്ടിട്ടാണ് നമ്മൾ മാനേജ് ചെയ്തത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് മാനേജബിൾ ആയിരുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള ക്വിക്ക് ഡിസിഷൻസ് മാർക്കറ്റിൽ ചില സമയത്ത് എടുത്താൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് ഒരു സ്മോൾ പ്രോഫിറ്റ് ആണെങ്കിലും എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മൾ ടോട്ടലി യൂസ് ചെയ്തത് എത്ര രൂപയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ലക്ഷം രൂപയാണ്, റിസർവ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിയർലി 12 × 2 24 ലക്ഷം രൂപയ്ക്കാണ്. 24 lakh rupeesന് നമുക്ക് ജസ്റ്റ് 22,000 രൂപയാണ് നമ്മൾ എടുത്ത്. ഏകദേശം 1% എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഫ്ലൈ അല്ല, സ്ട്രാങ്കിൾ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് ഇട്ടിട്ടില്ല. അത് 16,100, 16,900 ആയിരുന്നു ഞാൻ സ്ട്രാങ്കിൾ ചെയ്തത്. ഇതിൻ്റെ കൂടെ ബുധനാഴ്ചയും വ്യാഴാഴ്ചകളിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഇൻട്രാഡേ, നമ്മൾ ഈ 24 ലക്ഷം രൂപയിൽ എല്ലാ പൈസയും നമ്മൾ ട്രേഡിന് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, റിസർവ് മണി ആയിട്ടിരിക്കും. ആ റിസർവ് മണി കൊണ്ടാണ് നമ്മൾ ഇൻട്രാഡേയിൽ ഒരു ചെറിയ രീതിയിലുള്ള ട്രേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പുഷ് ചെയ്യാം. ഇതിന് കൂടെ ഈ ആഴ്ച ചെയ്ത മേജർ ട്രേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റേഷ്യോ സ്പ്രെഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിൽ റൺ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന റേഷ്യോ സ്പ്രെഡ്. 16,000 പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിട്ട് 15,500 പുട്ട് ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ 3 1:3 റേഷ്യോ നമ്മൾ സെൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പ്ലാനുകളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡാണ് ഇപ്പോൾ കറന്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നിയർലി 15 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ടോട്ടല് മാക്സിമം ടാർഗറ്റ് 3.5 ലക്ഷം രൂപയാണെങ്കിൽ ഇതൊരിക്കലും നമുക്ക് ഈ ഒരു സ്പോട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ. 15,500 നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് 16,000 മുകളിൽ തന്നെ നിൽക്കും എന്നായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ് ഏകദേശം 1 lakh rupees ആണ്. 1 lakh rupees മാത്രമാണ് നമുക്ക് ഏകദേശം കിട്ടാൻ പോകുന്ന മാക്സ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 2 മാസം കൊണ്ടേ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ, ജൂലൈ പകുതി ആകുമ്പോഴേക്കും നമ്മൾ ഈ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ട്രേഡാണ് കറന്റ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നത്. ഇതാണ് മെയിൻലി ഈ ഒരാഴ്ച നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മേജർ ട്രേഡുകൾ, പുതിയതായിട്ട് കയറിയ ട്രേഡുകൾ. ഇനി നമുക്ക്
ഈ RBI പോളിസി മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ കറന്റ് ഞാൻ ഇന്ന് ഫ്രൈഡേ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിന്റെ സ്ക്രീൻ ഷെയറിംഗ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മാർക്കറ്റ് വീണ്ടും ഒരു ബിയറിഷ് മോഡിലോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് കാണാൻ പറ്റും. 16,000 സോ 15,800 ഈ രണ്ട് സപ്പോർട്ട് ലെവലുകളാണ് നമുക്ക് മേജർലി വീക്ക്ലി തന്നെ കാണാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ പോലും മാർക്കറ്റിൽ ഒരു ബീറിഷ് മോഡ് 16,000 ഒരു വലിയ 16,200 16,300 റേഞ്ചുകളിലൊക്കെ നമുക്ക് വലിയ ഓപ്പൺ ഇൻട്രസ്റ്റ് ക്യാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ 16,000 കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് മന്ത്ലി ചാർട്ടിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 16,500 മന്ത്ലിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രാഡിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും നല്ല സപ്പോർട്ട് നമുക്ക് 16,000 കാണാൻ പറ്റുന്നത്. നമ്മൾ FIA ഡാറ്റ നോക്കും, അതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. FIA ഡാറ്റ കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന FIAs ഓൾറെഡി നല്ല രീതിയിലുള്ള ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. അവർ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഫ്യൂച്ചറിലും അതുപോലെ തന്നെ ക്യാഷിലും നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ DIAs ബൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 1 മന്തായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന പുതിയ ഫണ്ടില് 50% അടുത്ത് കുറവ് ഇന്ത്യയിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഒത്തിരി നാള് മാർക്കറ്റ് ഈ ഒരു സെയിം റേഞ്ചിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒത്തിരി നാളുകളായിട്ട് നമ്മളൊരു 4 hour ചാർട്ടൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. 4 hour മന്ത്ലി ചാർട്ടോ ഒക്കെ ഇട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മന്ത്ലി ചാർട്ട് ഇട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കും മന്ത്ലിയോ ഡേ ക്യാൻഡിൽ നമുക്ക് നോക്കാം. മാർക്കറ്റ് കുറെ നാളുകളായി ഈ ഒരു റേഞ്ച് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് 18,000 റേഞ്ചിലോട്ട് പോയത്. അല്ലെങ്കിൽ 18,000 റേഞ്ച് കഴിഞ്ഞ ഒക്ടോബറിൽ 2021 ഒക്ടോബറിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ഇതേ ഒരു റേഞ്ചിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ നിയർലി ഒരു മോർ ദാൻ 1 year ആയിട്ട്, ഒരു വർഷമായിട്ട് മാർക്കറ്റ് ഒരേ റേഞ്ച് റിപ്പീറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ സെന്റിമെന്റ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങി എന്ന് നമുക്ക് റീഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലോട്ട് വരുന്ന എമൗണ്ടിൽ 50% കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. കാരണം എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ FIA സെല്ലിംഗ് വീണ്ടും തുടരുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവല് ഹോൾഡ് ചെയ്ത് നിർത്താൻ DIAസിന്റെ കയ്യിൽ ഫണ്ട് തികയാതെ വരും. ഇപ്പോൾ പുതിയ ഫണ്ടുകൾ കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഉള്ള ഫണ്ടുകളിൽ നിന്ന് വിഡ്രോവൽ കൂടി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ DIAസിന് ഇപ്പോൾ നൽകുന്ന ഒരു സപ്പോർട്ട് നൽകുന്ന നമ്മളിപ്പോൾ കണ്ടതാണ്. DIS ഡാറ്റ എടുത്തു കഴിഞ്ഞപ്പോൾ DIS ഇപ്പോൾ മാർക്കറ്റിൽ നൽകുന്ന ഈ ഒരു ഹ്യൂജ് സപ്പോർട്ട് നിലനിർത്താൻ ഒരു പക്ഷേ DIAസിന് സാധിച്ചു എന്ന് വരില്ല. ഒരു പക്ഷേ ഫണ്ടിന്റെ കുറവ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുമ്പോൾ LIC വെച്ചിട്ടോ, LIC എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടോ ഒക്കെ ഗവൺമെന്റ് ഡയറക്ട്ലി പുതിയ ഫണ്ടുകൾ കൊണ്ടുവന്നേക്കാം. സോ അതൊരു പക്ഷെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയേക്കാം. ഗവൺമെന്റിന്റെ ഡിസിഷൻസ്, റിപ്പോ റേറ്റിന്റെ ഹൈക്ക്, ഇൻട്രസ്റ്റ് റേറ്റുകളിൽ 10% ഹൈക്കാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ വലിയ ലോണുകളുള്ള കമ്പനികളിൽ അടുത്ത ക്വാർട്ടറിലെ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർധനവ്, അപ്പൊ ലാഭത്തിൽ ഈ ഒരു കുറവ്, അതായത് എക്സ്പെൻസിൽ ഈ ഒരു വർധനവ് വരികയും ലാഭത്തിൽ അത് കുറവായിട്ട് വരികയും ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടുകൾ പല കമ്പനികൾക്കും അടുത്ത ക്വാർട്ടറിൽ നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അദാനി പോലത്തുള്ള സ്റ്റോക്കുകളെ കുറിച്ച് പറയുമ്പോൾ വലിയ ബാങ്ക് ലോണിലാണ് അവരൊക്കെ റൺ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെയൊക്കെ റിട്ടേണില് ഈ ഒരു പെർസെൻറ്റേജിന്റെ ഹൈക്ക് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ടോട്ടൽ എക്കണോമിയുടെ ഗ്രോത്തിനെയും ഇതെല്ലാം എഫക്ട് ചെയ്യും. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ഇനിയും കുറെ നാൾ കൂടി കണ്ടിന്യൂ ചെയ്തേക്കാം എന്ന് നമുക്ക് വായിക്കേണ്ടി വരും. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, റീറ്റെയിൽ പീപ്പിൾസിന്റെ സെന്റിമെന്റ്സ് റിവേഴ്സൽ, അതായത് മാർക്കറ്റ് ഡൗൺ ആകും
എന്ന് എങ്ങാനും മാറിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. സോ അപ്പോഴേക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി നല്ല ഡിസിഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് FIA ഡാറ്റ എഗെയിൻ പ്രതീക്ഷിക്കാം. ഈ ഒരാഴ്ച വരാനിരിക്കുന്ന പുതിയ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് US-ൽ നിന്നുള്ള ഡാറ്റകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. US-ൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ഡാറ്റ, US-ന്റെ റിപ്പോ റേറ്റ് ചേഞ്ചസ് വരാൻ അടുത്ത ആഴ്ച സാധ്യതകളുണ്ട്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് ഹൈക്ക് US-ൽ നിന്ന് വന്നാൽ അത് ഗ്ലോബൽ മാർക്കറ്റുകളെ എല്ലാം തന്നെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പ് വാർ ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നത്. സോ ഗ്ലോബൽ മാർക്കറ്റുകളെ എല്ലാം തന്നെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചൈന തായ്വാൻ ഇഷ്യൂ ഒക്കെ പുതിയതായിട്ട് രൂപപ്പെട്ടതാണെങ്കിലും അതും ഏഷ്യൻ മാർക്കറ്റുകളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ ഈ ഒരാഴ്ച മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അടുത്ത ഒരാഴ്ച ഈ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് വേണം നിഫ്റ്റിക്ക് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ. അപ്പോൾ ഞാൻ വലിയ ഒരു ബുള്ളിഷ് വ്യൂവിനേക്കാൾ കൂടുതൽ ഒരു ചെറിയ ബീറിഷ് വ്യൂവിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോപ്പർ മാർക്കറ്റ് വ്യൂ കൂടി നിങ്ങളിൽ എത്തിക്കുക, ഞാൻ ട്രേഡ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചു. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ ഈ വീഡിയോനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമന്റുകൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. സോ അടുത്തൊരാഴ്ച വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.